Hello everyone, welcome to the video lecture on differential equations and its applications. Today we will see section 60 on critical points and stability for linear systems. This comes in chapter 11, non-linear equations. കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്താണ് ഒരു ക്രിട്ടിക്കൽ പോയിന്റ് എന്നും അത് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതും നമ്മൾ കണ്ടിരുന്നു. അതുപോലെ തന്നെ മറ്റു ക്ലാസ്സുകളിലായി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രിട്ടിക്കൽ പോയിന്റ്സ്, അതായത് നോഡ്, സാഡിൽ പോയിന്റ്, സെന്റർ, സ്പൈറൽ എന്നിങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഉള്ള ക്രിട്ടിക്കൽ പോയിന്റ്സ് ഉണ്ടെന്നും അത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക ഗ്രാഫിക്കലി എന്നുള്ളതും നമ്മൾ കണ്ടിരുന്നു. നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ നോൺ ലീനിയർ ഓട്ടോണമസ് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അതിന്റെ ഫേസ് പ്ലെയിനെ കുറിച്ചും അതിലുള്ള പാത്തുകളെ കുറിച്ചും ക്രിട്ടിക്കൽ പോയിന്റ്സിനെ കുറിച്ചും ക്രിട്ടിക്കൽ പോയിന്റിലെ ഡിഫറെന്റ് ടൈപ്പുകളെ കുറിച്ചും നമ്മൾ പഠിക്കുന്നത്. ആൻഡ് വി നോ ദാറ്റ് അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻസ് we can change our non-linear differential equations to some related linear system, so that by studying the related linear system we can learn about the corresponding non-linear autonomous systems. ഇനി ഇതൊക്കെ തന്നെ പ്രൊസീഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഓൾറെഡി ഒരു അസംഷനിലാണ്, അതായത് 0 എന്നുള്ള ഒരേ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് നമ്മളെ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ടും തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വി അസ്യൂം ദാറ്റ് 0 is the only critical point in the system. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കണ്ടീഷൻ എങ്ങനെ കൊണ്ടുവരാം? നമുക്കറിയാം, ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ഒബ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി പുട്ട് ക്യാപിറ്റൽ F is equal to 0 and capital G is equal to 0. Okay, that is, this is the capital F and this is the capital G. So if you put this is equal to 0, you can see that 0 satisfies this equation. അപ്പോൾ 0 ഓൾറെഡി ഇതിന്റെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണെന്ന് കാണാം. ഇനി എങ്ങനെയാണ് വേറെ ഒരു സൊല്യൂഷനും ഇതിനില്ല നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുക? ഫോർ ദാറ്റ് വി ബ്രിങ് ദ കണ്ടീഷൻ ദാറ്റ് ഈസ് ദ ഡിറ്റർമിനന്റ് ഓഫ് ദി കോഎഫിഷ്യന്റ് മെട്രിക്സ് നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ കൊണ്ടുവന്നാൽ മതിയോ? അതായത് ഇവിടുത്തെ കോഎഫിഷ്യന്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ A1 B1 A2 B2 ആണ്. സോ ഇഫ് യു പുട്ട് ദ കണ്ടീഷൻ A1 B1 A2 B2, ഡിറ്റർമിനന്റ് ഓഫ് A1 B1 A2 B2 നോട്ട് ഈക്വൽ ടു 0, വി ക്യാൻ എൻഷുർ ദാറ്റ് 0 ഈസ് ദ ഓൺലി ക്രിട്ടിക്കൽ പോയിന്റ് ഇൻ ദ സിസ്റ്റം. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കണ്ടതുപോലെ തന്നെ ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. നമ്മൾ അസ്യൂം ചെയ്യുന്നത് അതിനൊരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ x = a e⁻mt y = b e⁻mt ഉണ്ടെന്നുള്ളതാണ്. ഇത് a എന്താണ്, b എന്താണ്, m എന്താണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, തന്നിട്ടുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ലീനിയർ സിസ്റ്റത്തിന്റെ കോഎഫിഷ്യന്റ് മെട്രിക്സ് അത് ഈക്വൽ ടു 0 ആകുമ്പോഴാണ് നമുക്ക് നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് ഈക്വൽ ടു 0 ആവാനുള്ള കണ്ടീഷനാണ് നമ്മൾ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അന്ന് കണ്ടത്, അതായത് m² - a1 + b2m പ്ലസ് a1 b2 - a2 b1 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇതാണ് നോൺ ട്രിവിയൽ സൊല്യൂഷന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതിൽ എഴുതിയിരിക്കുന്ന ലാസ്റ്റ് ടേം a1 b2 - a2 b1 നോട്ട് ഈക്വൽ ടു 0 ആണെന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. 0 ഒരേ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആവണമെങ്കിൽ ആ ഒരു a1 b2 - a2 b1 നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അത് എന്താണ് എൻഷുർ ചെയ്യുന്നത്? നമുക്ക് കാണാൻ പറ്റും m ഒരിക്കലും 0 ആവില്ല എന്നുള്ളത് ആ ഒരു കണ്ടീഷൻ വെച്ച് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി എമ്മിന് ഉണ്ടാവുന്ന ഡിഫറെന്റ് വാല്യൂസ് അനുസരിച്ച് നമുക്ക് പ്രധാനമായും 3 കേസുകൾ ഉണ്ടെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കണ്ടത്. ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് ആവാം, ഡിസ്റ്റിങ്ക്റ്റ് കോംപ്ലക്സ് റൂട്ട്സ് ആവാം, അല്ലെങ്കിൽ ഈക്വൽ റിയൽ റൂട്ട്സ് ആവാം. ഓക്കെ, പക്ഷെ നമുക്ക് ഇതിന്റെ ഒരു അനാലിസിസിന്റെ ഭാഗമായി നമുക്ക് ഈ 3 കേസുകൾ നമ്മൾ 5 കേസുകളായിട്ട് തിരിക്കണം. അതായത് ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് തന്നെ അവർ സെയിം സൈനും ആവാം, ഓപ്പോസിറ്റ് സൈനും ആവാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള രീതിക്കനുസരിച്ച് നമുക്ക് അതൊരു നോഡാണോ അല്ലെങ്കിൽ സാഡിൽ പോയിന്റ് ആണോ എന്ന് നമുക്ക് അതിനെ വേർതിരിക്കാൻ പറ്റും. അതാണ് നമ്മുടെ കേസ് എയും കേസ് ബിയും പറയുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a + ib പ്ലസ് a ± ib എന്നുള്ളത് അത് നോട്ട് പ്യുവർ ഇമാജിനറി, അതായത് a നോട്ട് ഈക്വൽ ടു 0 ആവുന്ന കേസും a ഈക്വൽ ടു 0 ആവുന്ന കേസും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും. അത് കേസ് സി ആൻഡ് കേസ് ഇ എന്ന് നമ്മൾ കാണും. അത് സ്പൈറൽ അല്ലെങ്കിൽ സെന്റർ എന്നുള്ള രീതിയിലാണ് നമുക്ക് അതിന്റെ അനാലിസിസ് പോകുന്നത്. ഫൈനലായിട്ട് ഈക്വൽ റിയൽ റൂട്ട്സ് ആണെങ്കിൽ നമുക്കതൊരു നോഡാണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിൽ തന്നെ ആദ്യത്തെ കേസ് എ നമ്മളിവിടെ പ്രൂവ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിഫറെൻറ്റ് വാല്യൂസ്, എമ്മിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് അനുസരിച്ച് നമുക്ക് ഏത് ടൈപ്പിലുള്ള ക്രിട്ടിക്കൽ പോയിന്റ് ആണെന്ന് അറിയുന്നു. അതുകൂടാതെ തന്നെ ആ വാല്യൂസിൻ്റെ മറ്റ് ചില പ്രത്യേകതകൾ നോക്കിയിട്ട് നമ്മളത് സ്റ്റേബിൾ ആണോ, അൺസ്റ്റേബിൾ ആണോ, അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ ആണോ എന്നൊക്കെ നമ്മൾ അനലൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് കാണാൻ പറ്റുന്ന ഈ വാല്യൂസ് അനുസരിച്ച് നമുക്ക് ഈ ക്രിട്ടിക്കൽ പോയിന്റ് കൃത്യമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിലെ ലാസ്റ്റ് 2 കേസുകൾ മാത്രം നമ്മൾ ബോർഡർ ലൈൻ കേസുകൾ എന്ന് വിളിക്കുന്നു. അതെന്താണെന്നുള്ളത് നമ്മൾ പിന്നീട് കാണാം. അപ്പോൾ ആ കേസുകൾ നമ്മൾ ഡിയും ഇയും ആ രീതിയിൽ നമ്മൾ ബോർഡർ ലൈൻ കേസുകളായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി
ഇതിലെ ആദ്യത്തെ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഓക്സിലറി ഇക്വേഷൻ ഉണ്ട്. സപ്പോസ് ദാറ്റ് അവർ റൂട്ട്സ് m1 m2 ആർ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്ട് വിത്ത് സെയിം സൈൻ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ സ്റ്റെബിലിറ്റി കണ്ടീഷൻസ് ഒക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യത്തെ കേസ് നമ്മൾ ഈ m1 m2 എന്ന് പറയുന്നത് രണ്ടും നെഗറ്റീവ് ആകുമ്പോഴുള്ള കേസാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. അതായത് വി അസ്യൂം ദാറ്റ് m1 m2 ആർ ബോത്ത് നെഗറ്റീവ് വിത്ത് m1 ലെസ് ദാൻ m2 ലെസ് ദാൻ 0. നമുക്കറിയാം ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം നമുക്കറിയാം. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം C1 ഉം C2 ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ 3 കേസുകളായിട്ട് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ അതിലത്തെ ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ C1 നോട്ട് ഈക്വൽ ടു 0 ആൻഡ് C2 ഈക്വൽ ടു 0. അതായത് അവിടെ x ഈക്വൽ ടു C1 A1 e റേസ് ടു mt യും y ഈക്വൽ ടു C1 B1 e റേസ് ടു m1t യും ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്താണ് ഇവിടുത്തെ y/x, എന്താണ് ഇവിടുത്തെ dy/dx ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്ക് കാണാൻ പറ്റും ഇഫ് യു കാൽക്കുലേറ്റ് y/x യു ക്യാൻ സി ദാറ്റ് ഇറ്റ് ഈസ് B1 ഓവർ A1. ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർവ് അണ്ടർ കൺസിഡറേഷൻ എന്തായിരിക്കും? അതായത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കർവ് ഏതായിരിക്കും? നമുക്ക് കാണാൻ പറ്റും അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഒബ്റ്റെയിൻ ഇറ്റ് ആസ് A1y ഇസ് ഈക്വൽ ടു B1x എന്ന് പറയുന്ന കർവാണ്. നമുക്ക് മറ്റൊരു രീതിയിൽ C1 നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഈ കർവ് ഒരിക്കലും x ആക്സിസും ആവില്ല y ആക്സിസും ആവില്ല. വിച്ച് മീൻസ് ദാറ്റ് ഇഫ് യു കൺസിഡർ xy ആക്സിസ് ദെൻ ദിസ് കർവ് വിൽ ബി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ്. ഓക്കെ, നമ്മുടെ ആവശ്യം ആ കർവിൻ്റെ ഡയറക്ഷൻസ് അറിയണം, അല്ലെങ്കിൽ ആ പാത്തിൻ്റെ ഡയറക്ഷൻസ് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ പാത്ത് അല്ലെങ്കിൽ കർവ് എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ആംഗിൾ അതിൻ്റെ സ്ലോപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് dy/dx വിച്ച് ഇസ് B1 ഓവർ A1. ഇനി നമുക്ക് C1 ഗ്രേറ്റർ ദാൻ 0 C1 ലെസ് ദാൻ 0 ഈ രണ്ട് കേസുകൾ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഓൾറെഡി അറിയാം t ടെൻഡിങ് ടു ഇൻഫിനിറ്റിയിൽ ഈ രണ്ട് എക്സും വൈയും 0ലേക്ക് പോകുന്നു. കാരണം എന്താണ്? m1 എപ്പോഴും നെഗറ്റീവ് ആണ്. which means that you can have the direction towards the point 0 0 for this curve, right? ഇനി ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും കേസുകളൊക്കെ ചെയ്യാൻ പോകുന്നത്. അതിലിപ്പോൾ നമുക്ക് രണ്ടാമത്തെ കേസ് വീണ്ടും എടുക്കുകയാണ്. ഇവിടെ ഏതാണ് നോട്ട് ഈക്വൽ ടു 0? yes, C2 ആണ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് XY കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ എന്താണ്? y/x ഉം dy/dx ഉം എന്താണെന്നുള്ളതാണ്. y/x എന്ന് വെച്ചാൽ B2 ഓവർ A2 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ദി കർവ് അണ്ടർ കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? A2y ഇസ് ഈക്വൽ ടു B2x. അപ്പോൾ ഇവിടെ വീണ്ടും എക്സും വൈയും 0 ആവുന്നില്ല നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഇത് എക്സ് ആക്സിസോ വൈ ആക്സിസോ ആവുന്നില്ല. അപ്പോൾ ഇത് വേറൊരു ലൈൻ പാസിങ് ത്രൂ ദി സെൻറ്റർ ആണ്. അപ്പോൾ ആ ലൈൻ നമ്മൾ ഏകദേശം ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് എങ്ങനെയായിരിക്കും? dy/dx എന്താണോ അതാണ് അതിൻ്റെ സ്ലോപ്പ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഫോർ ഇൻസ്റ്റൻസ് ഇവിടെ B2 ഓവർ A2 ആണ് ഇവിടുത്തെ സ്ലോപ്പ് വരുന്നത്. ഇവിടെയും നമ്മൾ രണ്ട് കേസുകൾ ചെയ്യുന്നു. C2 ഗ്രേറ്റർ ദാൻ 0 C2 ലെസ് ദാൻ 0 ആയി കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും m2 നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ t ടെൻഡിങ് ടു ഇൻഫിനിറ്റി xy ടെൻഡിങ് ടു 0 എന്ന് കാണാൻ പറ്റും. വിച്ച് മീൻസ് ഇതിൻ്റെ ഡയറക്ഷനും ടുവേർഡ്സ് ദ പോയിന്റ് 0 0 ആണ്. കാരണം t ടെൻഡിങ് ടു പ്ലസ് ഇൻഫിനിറ്റി ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസ് ഇവിടെ C1 ഉം C2 രണ്ടും നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്ക് y ഓവർ എക്സ് ഇപ്പോൾ തന്നെ നമുക്ക് നേരിട്ട് എഴുതാം. y ഓവർ എക്സിനെ അതിൽ തന്നെ നമ്മൾ ത്രൂ ഔട്ട് ഒരു C2 e റേസ് ടു m2t കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് യു ക്യാൻ സീ ഈസ് ദാറ്റ് ദിസ് ഈസ് ഈക്വൽ ടു C1 B1 ഓവർ C2 ഈ ഒരു എക്സ്പ്രഷൻ കിട്ടും. അപ്പോൾ ഇതിൽ നമ്മൾ m1 മൈനസ് m2നെ കുറിച്ച് മാത്രം ശ്രദ്ധിക്കുന്നുള്ളൂ. കാരണം ഇവിടെ m1 ലെസ് ദാൻ m2 ആയതുകൊണ്ട് തന്നെ m1 മൈനസ് m2 എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണ്. ഓക്കെ, അപ്പോൾ അത് ലെസ് ദാൻ 0 ആയതുകൊണ്ട് തന്നെ അഗെയിൻ യു ഹാവ് ആസ് t ടെൻഡിങ് ടു ഇൻഫിനിറ്റി ദിസ് ആസ് സം സ്ലോപ്പ്, അല്ലെങ്കിൽ ഇത് ദിസ് ടെൻസ് ടു B2 ഓവർ A2 നമുക്ക് പറയാൻ പറ്റും. അതായത് ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ B2 ഓവർ A2 ആണ്. അപ്പോൾ ഈ കർവുകളെല്ലാം തന്നെ, അതായത് മൂന്നാമത്തെ കേസിൽ കിട്ടുന്ന കർവുകളെല്ലാം തന്നെ ഈ രണ്ടാമത്തെ ബ്ലൂ കളറിലുള്ള കർവിന് അസിംപ്റ്റോട്ടായിട്ടാണ് വന്നിരിക്കുന്നത്, റൈറ്റ്? കാരണം അതിൻ്റെ സ്ലോപ്പ് B2 ഓവർ A2 ആസ് t ടെൻഡിങ് ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ മാത്രമല്ല ഇവിടെ എക്സും വൈയും നമുക്ക് കാണാൻ പറ്റും m1 m2 ലെസ് ദാൻ 0 ആയതുകൊണ്ട് തന്നെ അത് ടുവേർഡ്സ് ദി സെൻറ്റർ, അതായത് 0 0യിലേക്കാണ് അത് ടെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൂന്ന് കേസുകൾ നമുക്ക് കാണാൻ പറ്റുന്ന വെച്ചാൽ എന്താണ്? ഇത് ഈ പർട്ടിക്കുലർ പോയിന്റ് 0 0 എന്ന് പറയുന്നത് ഒരു നോഡാണ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് സ്റ്റേബിൾ ആൻഡ് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ, റൈറ്റ്? നമ്മളിതുവരെ ചെയ്ത് കഴിഞ്ഞിട്ടില്ല, കാരണം m1 m2 നെഗറ്റീവ് ആകുമ്പോഴുള്ള കേസാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അത് രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ എവിടെയൊക്കെ വ്യത്യാസം വരും? നമുക്ക് കാണാൻ പറ്റും e റേസ് ടു m1 e റേസ് ടു m2 എന്ന് പറയുന്നത് t ടെൻഡിങ് ടു മൈനസ് ഇൻഫിനിറ്റിയിലാണ് ഇവരെല്ലാവരും തന്നെ 0യിലേക്ക് ടെൻഡ് ചെയ്യാൻ പോകുന്നത്, ഈ മൂന്ന് കേസുകളും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ എല്ലാ ഡയറക്ഷനും മാറും എന്നുള്ള ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. വിച്ച് മീൻസ് ദാറ്റ് ദിസ് ഈസ് അഗെയിൻ എ നോഡ് ബട്ട് ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. നൗ ലെറ്റ് us see കേസ് ബി. കേസ് ബി എന്ന് പറയുന്നത് എന്താണ്?
if the roots m1 m2 are real, distinct and of opposite sign. ഓപ്പോസിറ്റ് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഓപ്പോസിറ്റ് സൈൻ എന്ന് വെച്ചാൽ m1 <0 m2 എന്ന് നമുക്ക് ഒന്ന് അസ്യൂം ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ എവിടെയൊക്കെയാണ് വ്യത്യാസം നോക്കാം. ആദ്യം തന്നെ m1 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റെഡ് കളറിൽ എഴുതിയ കേസ് നമുക്ക് വ്യത്യാസമൊന്നുമില്ല. കാരണം എന്താണ്, m1 നെഗറ്റീവ് ആകുമ്പോൾ t ടെൻഡിങ് ടു ഇൻഫിനിറ്റിയിൽ അതേ ഡയറക്ഷൻ തന്നെയാണ് കർവ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അടുത്ത കേസ് എന്ന് വെച്ചാൽ 0 m2, അതായത് m2 പോസിറ്റീവ് ആണ്. അതായത് നേരത്തെ m2 നെഗറ്റീവ് ആവണമെന്നുള്ള കേസിന്റെ നേരെ തിരിച്ചാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും t ടെൻഡിങ് ടു ഇൻഫിനിറ്റി എന്നുള്ളതിന്റെ ഡയറക്ഷൻ മാറി t ടെൻഡിങ് ടു -ഇൻഫിനിറ്റി ആണ് നമുക്ക് 0 അപ്രോച്ച് ചെയ്യാൻ പറ്റുക. അതായത് ബ്ലൂ കളറിലുള്ള കർവ് അത് തന്നെയാണ്, പക്ഷെ അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. t ടെൻഡിങ് ടു -ഇൻഫിനിറ്റി ആയതുകൊണ്ട് ഗോയിങ് എവേ ഫ്രം 0 എന്നുള്ള രീതിയിലാണ് അതിന്റെ ഡയറക്ഷൻ വരുന്നത്. ഇനി മൂന്നാമത്തെ കേസ് നമുക്ക് ഇവിടെ ചെറിയ പ്രശ്നം എന്താണ്, m1 ഒന്ന് പോസിറ്റീവ് മറ്റൊന്ന് നെഗറ്റീവ് ആണ്. അപ്പോൾ ആസ് t ടെൻഡിങ് ടു +ഇൻഫിനിറ്റിയും t ടെൻഡിങ് ടു -ഇൻഫിനിറ്റി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് അതിന്റെ വ്യത്യാസം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നിലവിൽ എന്തായാലും ഈ t ടെൻഡിങ് ടു +ഇൻഫിനിറ്റി t ടെൻഡിങ് ടു -ഇൻഫിനിറ്റിയിലും m1 m2 ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ m1 - m2 നമുക്ക് കൃത്യമായിട്ട് ഒരു പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ചാൽ അത് ഒരിക്കലും സെന്ററിലൂടെ അല്ലെങ്കിൽ 0 പാസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ചില സമയങ്ങളിൽ അത് b1/a1 എന്ന് പറയുന്ന സ്ലോപ്പും ചില സമയങ്ങളിൽ അത് b2/a2 എന്ന് പറയുന്ന സ്ലോപ്പുമാണ് അത് അറ്റൈൻ ചെയ്യുന്നത്. as t tending to +ഇൻഫിനിറ്റി ആൻഡ് t tending to -ഇൻഫിനിറ്റി. ഓക്കെ, സോ വിച്ച് മീൻസ് ദാറ്റ് ഈ മൂന്നാമത്തെ കേസിൽ നമുക്ക് കിട്ടുന്ന എല്ലാ കർവുകളും തന്നെ സ്വാഭാവികമായിട്ടും ഓൾറെഡി നിലവിലുള്ള രണ്ട് കർവുകളുടെ അസിംപ്റ്റോട്ട്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. വിച്ച് മീൻസ് ദാറ്റ് ദേ ആർ ഓഫ് ദി ഫോം ആസ് ഷോൺ ഇൻ ദ ഫിഗർ. അത് ഈ ഓൾറെഡി ഉള്ള രണ്ട് പാത്തുകൾക്കുള്ള അല്ലെങ്കിൽ ഹാഫ് ലൈൻ പാത്തുകൾക്കുള്ള അസിംപ്റ്റോട്ട്സ് ആയിട്ടാണ് ഈ മൂന്നാമത്തെ കേസിലുള്ള കർവുകൾ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടുന്നത് എന്താണ്, ഒരു സാഡിൽ പോയിന്റാണ് കിട്ടുന്നത്. ആൻഡ് വി നോ ദാറ്റ് ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കേസ് എ കേസ് ബി എന്നൊക്കെ നമ്മൾ ഓരോന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന ഒരു ആൻസർ എന്തായിരിക്കും? നമ്മൾ കണ്ടു കഴിഞ്ഞു കേസ് എയിൽ m1 m2 <0 ആവാം അല്ലെങ്കിൽ m1 m2 0 ആവാം. അതിൽ രണ്ടിലും നമുക്ക് കൃത്യമായിട്ടുള്ള ആൻസറുകളുണ്ട്. അതായത് m1 m2 0 ആകുമ്പോൾ നമ്മളത് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ ആണെന്ന് കണ്ടു. അതുപോലെ തന്നെ 0 m1 m2, അതായത് m1 m2 രണ്ടും പോസിറ്റീവ് ആവുന്ന കേസിൽ അത് അൺസ്റ്റേബിൾ ആണെന്ന് കണ്ടു. ഇനി ഇതേപോലെ കേസ് ബിയും നമ്മൾ ആ രീതിയിൽ തന്നെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. അവിടെ ഒരേ ഒരു കേസ് മാത്രമേ വരുന്നുള്ളൂ, m1 0 m2 അല്ലേ. അപ്പോൾ അത് ഓൾറെഡി ഒരു സാഡിൽ പോയിന്റ് ആണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ. ഇനി ഇതേപോലെ നമ്മൾ കേസ് സി നമ്മൾ അനലൈസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും അത് നോട്ട് പ്യുവർലി ഇമാജിനറി ആയതുകൊണ്ട് തന്നെ a≠0. സോ a <0 എന്ന് പറയുന്ന കേസും a <0 എന്നുള്ള രണ്ട് കേസും കിട്ടും. ആദ്യത്തെ അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ ആയിരിക്കും, രണ്ടാമത് അൺസ്റ്റേബിൾ ആയിരിക്കും. മൂന്നാമത്തതിൽ റിയൽ ആൻഡ് ഈക്വൽ, അതായത് അവിടെ ഒരേ ഒരു m മാത്രമേ വരുന്നുള്ളൂ. അത് നമുക്ക് <0 0 ആകുമ്പോൾ അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഫൈനലായിട്ട് ഒരു കോൺജുഗേറ്റ് കോംപ്ലക്സ് ആൻഡ് പ്യൂർ ഇമാജിനറി ആകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അത് സ്റ്റേബിൾ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, പക്ഷേ നോട്ട് നമ്മൾ ഓൾറെഡി നമുക്കറിയാം അത് ഒരു സെൻറ്റർ ആയിരിക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് നോട്ട് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ നമുക്കറിയാം. കാരണം സെൻറ്റർ ആവാൻ കാരണമായ ക്ലോസ്ഡ് കർവുകളൊന്നും തന്നെ ക്രിട്ടിക്കൽ പോയിന്റിനെ അപ്രോച്ച് ചെയ്യുന്നില്ല. ഓക്കെ, ഇവിടെ എല്ലാ കേസുകളിലും നമുക്കൊരു കാര്യം മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂട്ടുകളുടെ റിയൽ പാർട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഒരു റൂട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ രണ്ട് റൂട്ട് ഉണ്ടെങ്കിൽ രണ്ട് റൂട്ടും എല്ലാത്തിനും റിയൽ പാർട്ട് നെഗറ്റീവ് ആകുമ്പോഴാണ് അത് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ ആവുന്നത്. സോ നമ്മുടെ തിയറത്തിന്റെ സെക്കൻഡ് സെന്റൻസ് നോക്കിയേ, ഇറ്റ് ബിക്കംസ് ആൻ അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ, ദ ക്രിട്ടിക്കൽ പോയിന്റ് ബിക്കംസ് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ബോത്ത് റൂട്ട്സ് ഹാവ് നെഗറ്റീവ് റിയൽ പാർട്സ്. ഇനി അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ ആണെന്ന് നമുക്കറിയാം, അത് ഓൾറെഡി സ്റ്റേബിൾ ആണ് അല്ലേ. അപ്പോൾ സ്റ്റേബിൾ ആവാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് ഈ അഞ്ചാമത്തെ കേസ് കൂടി വരുത്താം. അഞ്ചാമത്തെ കേസിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു a ഉണ്ട്, എന്താണ് m = a ± ib a ഓൾറെഡി 0 ആണ്. അതായത് റൂട്ടുകളുടെ റിയൽ പാർട്ട് 0യോ നെഗറ്റീവ് ആവുമ്പോൾ, ചുരുക്കി പറഞ്ഞാൽ നോൺ പോസിറ്റീവ് ആവുമ്പോഴാണ് ക്രിട്ടിക്കൽ പോയിന്റ് സ്റ്റേബിൾ ആവുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ആദ്യത്തെ പ്രോബ്ലം ഇവിടെ dx/dt = 2x, dy/dt = 3y ആണ്. നമ്മുടെ ആവശ്യം വെച്ചാൽ ക്രിട്ടിക്കൽ പോയിന്റിന്റെ ഒന്ന് അനലൈസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഫോമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും a1 = 2 ആണ്, b1 = 0 ആണ്, a2 = 0 and b2 = 3. Now if you compare with the original auxiliary equation, we can see that standard auxiliary equation, we can see that it is of the form m² - 5m + 6 = 0 or m = 2 and 3. അപ്പോൾ ഇവിടെ എന്താണ്, രണ്ടും റിയൽ വാല്യൂസ് ആണ്, സെയിം സൈനും ആണ്. അതുകൊണ്ട് നമുക്കത് നോട്ടായി കഴിഞ്ഞു.
പക്ഷെ അത് നെഗറ്റീവ് അല്ല, അതായത് അത് പോസിറ്റീവ് ആണ് അല്ലേ. m = 2 and 3 എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ് കൺക്ലൂഡ് ചെയ്യുന്നത്? പോസിറ്റീവ് ആണെങ്കിൽ അത് അൺസ്റ്റേബിൾ ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് നോക്കി. അതും നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് a1 = -1, b1 = 2 and a2 = 4 and b2 = -5. സോ ഒറിജിനൽ ഓക്സിലറി ഇക്വേഷനിലായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് m² - a1 + b1 എടുത്തു കഴിഞ്ഞാൽ ഓക്കെ -6m. ദെൻ ഒരു ഡിറ്റർമിനന്റ് ഫോമിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് അവിടുത്തെ പ്രൊഡക്റ്റ് വരുന്നത്. സോ ദാറ്റ് ഈസ് ഓക്കെ 5 + 8 ദാറ്റ് ഈസ് 13. സോ നമുക്കിവിടെ m = 6 + or - √6² - 4 × 13/2 എന്ന് കിട്ടി. അതായത് -3 + or - i4 എന്ന് കിട്ടി. ഇനി നമുക്ക് അതിന്റെ റിയൽ പാർട്ടിനെ കുറിച്ച് മാത്രമേ നമുക്ക് അതിനെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എനിവേ ദീസ് ആർ കോംപ്ലക്സ് കോൺജുഗേറ്റ്സ് ആൻഡ് വിത്ത് നോട്ട് പ്യുവർലി ഇമാജിനറി അല്ല, ഈ റൂട്ട്സ് നോട്ട് പ്യുവർലി ഇമാജിനറി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നേരത്തെ കേസ് പ്രകാരം അതൊരു സ്പൈറലാണ്, 0 0 എന്ന് പറയുന്ന ഒരു സ്പൈറലാണ്. ഇനി അതിന്റെ റിയൽ പാർട്ട് വെച്ചിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. നമുക്ക് കാണാൻ പറ്റും റിയൽ പാർട്ട് രണ്ടും നെഗറ്റീവ് ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ തൊട്ട് മുമ്പത്തെ തിയറി പ്രകാരം അത് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ ആണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇനി ഓക്സിലറി ഇക്വേഷൻ സോൾവ് ചെയ്ത് റൂട്ട് കണ്ടുപിടിക്കാതെ നമുക്ക് ഒരു പക്ഷേ ഈ ഒരു അനാലിസിസ് നമുക്ക് നടത്താൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഓക്സിലറി ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം നമ്മൾ കാണുന്നു. ഇനി നമുക്കറിയാം അതിനെ m - m1 × m - m2 = 0 എന്ന് എഴുതാം. ഇതിൽ നമ്മൾ p = -m1 + m2 അതിൽ q = m1 m2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ m² + pm + q എന്ന് വിളിക്കാം. ഇതിൽ പിയുടെയും ക്യൂയുടെയും വാല്യൂ അനുസരിച്ച് നമുക്ക് തൊട്ട് മുമ്പ് ചെയ്ത അനാലിസിസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം എങ്ങനെയാണ് പിയും ക്യൂവും ഈ റൂട്ട്സ് ഓഫ് ദി ഓക്സിലറി ഇക്വേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്? കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് m കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് -p + or - √p² - 4q/2 എന്നുള്ള രീതിയിൽ നമുക്ക് m കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അപ്പോൾ റൂട്ട്സ് നമുക്ക് ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് എപ്പോഴാണ് റിയൽ റൂട്ട്സ് വരുന്നത്, എപ്പോഴാണ് കോംപ്ലക്സ് റൂട്ട് വരുന്നത് എന്നൊക്കെ നമുക്ക് ഇതേപോലെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എപ്പോഴായിരിക്കും റിയൽ റൂട്ട് വരുന്നത്? √p² - 4q ≥ 0 ആകുമ്പോൾ അല്ലേ. അതിൽ തന്നെ റിയൽ റൂട്ട്സ് എപ്പോഴാണ് ഡിഫറെൻ്റ് റൂട്ട്സ് വരുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അതേപോലെ തന്നെ എപ്പോഴാണ് റിയൽ റൂട്ട്സ് ഈക്വൽ റൂട്ട്സ് വരുന്നത് എന്നൊരു ചോദ്യമുണ്ട് അല്ലേ. അപ്പോൾ അതും നമുക്ക് ഈ പിയുടെയും ക്യൂയുടെയും വാല്യൂസ് വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കറിയാം റിയൽ റൂട്ട്സ് വരണമെങ്കിൽ p² - 4q ≥ 0 ആയിരിക്കണം. അപ്പോൾ p² - 4q റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു PQ പ്ലെയിൻ കൺസിഡർ ചെയ്യുന്നു. സോ വി ഹാവ് 2 ആക്സസ്, അതിൽ ഒരെണ്ണം p ആണ്, മറ്റത് q ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് p² - 4qൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും p² - 4q ≥ 0 ആകുമ്പോഴാണ് റൂട്ട്സ് റിയൽ റൂട്ട്സ് ആയിട്ട് മാറുന്നത്. നേരെ തിരിച്ച് p² - 4q < 0 ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇമാജിനറി റൂട്ട്സ് ആയിരിക്കും. സോ വാട്ട് അബൌട്ട് p² - 4q = 0? നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്ന പരാബോള, ആ പരാബോളയാണ് യഥാർത്ഥത്തിൽ p² - 4q = 0 എന്ന് പറയുന്നത്. സോ ആ പരാബോളയെ ഞാൻ മാർക്ക് ചെയ്യുന്നത് p² - 4q = 0 എന്ന് ഞാൻ മാർക്ക് ചെയ്യുന്നു. ഇനി ആ പരാബോളയുടെ മുകളിലുള്ള ഭാഗം നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? നമുക്ക് കാണാൻ പറ്റും ദാറ്റ് ഈസ് p² - 4q < 0 എന്ന് പറയുന്ന ഭാഗമാണ് പരാബോളയുടെ മുകൾ ഭാഗത്തായിട്ട് കാണുന്നത്. ഇനി ആ പരാബോളയുടെ താഴെ വരുന്ന ഭാഗം ഏതാണ്? ഇപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്ന ഭാഗം p² - 4q > 0, ഓൾസോ q < 0 അല്ലേ. ഇനി ഈ ഇടയിലുള്ള ഭാഗം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? p² - 4q ദാറ്റ് ഈസ് സ്റ്റിൽ > 0 ആൻഡ് ഓൾസോ വി ഹാവ് p > 0. കാരണം എന്താണ്? അത് p പോസിറ്റീവ് ആയിട്ടുള്ള ഭാഗത്താണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ p > 0 എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് p? p എന്ന് പറഞ്ഞാൽ -m1 + m2 ആണ്. ഓക്കെ, അപ്പോൾ p > 0 ആണ്, അതിൻ്റെ അർത്ഥം m1 m2 നെഗറ്റീവ് ആയേ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും q > 0 ആണെന്ന് കൂടി നമ്മുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് m1 m2 നെഗറ്റീവ് ആയേ പറ്റുള്ളൂ. സോ വി ഹാവ് ദ ഫസ്റ്റ് കേസ് ദാറ്റ് ബോത്ത് റൂട്ട്സ് ആർ റിയൽ ആൻഡ് നെഗറ്റീവ് എന്ന് കിട്ടി. ദാറ്റ് ഈസ് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ. അതാണ് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിളോട് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. നേരെ തിരിച്ച് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ p² - 4q > 0 ആണ്, അവിടെ p < 0 ആണ്. അപ്പോൾ p < 0 ആകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവിടെ ബോത്ത് റിയൽ ആൻഡ് പോസിറ്റീവ് റൂട്ട്സ് എന്ന് നമുക്ക് കിട്ടി. കാരണം p < 0 ആവണമെന്നുണ്ടെങ്കിൽ -m1 + m2 < 0 ആണ്, which means that m1 + m2 is < 0 and hence we have unstable condition. Okay, condition for unstable critical point. ഇനി അടുത്തൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പരാബോള നമ്മൾ കാണേണ്ടത് q > 0 തൊട്ടാണ് ആ പരാബോള നമ്മൾ കൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും
പി സ്ക്വയർ മൈനസ് 4q ലെസ് ദാൻ 0 വരുമ്പോൾ, അതായത് പരാബോളയുടെ മുകൾ ഭാഗത്ത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴാണ് അത് നോട്ട് പ്യുവർ ഇമാജിനറി അല്ലെങ്കിൽ പ്യുവർ ഇമാജിനറി എന്ന് പറയുന്ന രണ്ട് കേസായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റുക. ഇവിടെ ഡിസ്ക്രിമിനന്റ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് പി സ്ക്വയർ മൈനസ് 4q ആണ്. അപ്പോൾ അതിന്റെ പുറമെയുള്ള ഭാഗങ്ങൾ 0 ആയിരിക്കണം അല്ലേ? അതായത് പി നോട്ട് ഈക്വൽ 0 ആണെന്ന് നമുക്ക് കാണാൻ പറ്റും, നോട്ട് പ്യുവർ ഇമാജിനറി ആണ്. പി ഈക്വൽ ടു 0 ആണെന്ന് നമുക്ക് കാണാൻ പറ്റും, റൂട്ട്സ് ആർ പ്യുവർ ഇമാജിനറി എന്ന് കാണാൻ പറ്റും. അപ്പോൾ വാട്ട് ഈസ് പി ഈക്വൽ ടു 0? പി ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ ആ വെർട്ടിക്കൽ ലൈൻ, അതിന്റെ കൂടെ ക്യൂ ഗ്രേറ്റർ ദാൻ 0 ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പ്യുവർ ഇമാജിനറി, അതായത് സെന്റർ എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് അവിടെ കിട്ടുകയാണ്. നമ്മൾ അത് സ്റ്റേബിൾ ആണ്, നമുക്ക് ഓൾറെഡി അറിയാം. ഇനി അതേപോലെ തന്നെ പി നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രണ്ട് കേസുകൾ വരാം അല്ലേ? അത് പി ഗ്രേറ്റർ ദാൻ 0, അതായത് റൈറ്റ് സൈഡും വരാം ലെഫ്റ്റ് സൈഡും വരാം. അപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഓൾറെഡി അറിയാം, പി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അത് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ ആണെന്ന് അറിയാം. അതുപോലെ പി ലെസ് ദാൻ 0 ആണെങ്കിൽ, പി എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് m1 പ്ലസ് m2 ആണ്, അത് ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്കത് അൺസ്റ്റേബിൾ ആണെന്ന് അറിയാം. ഇനി ഏറ്റവും അവസാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ഈക്വൽ റിയൽ റൂട്ട്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. ഇതിൽ ഓരോ കേസുകളും നമുക്ക് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ സ്റ്റേബിൾ ആണോ എന്നൊക്കെ അതിൻ്റെ പൊസിഷൻ അനുസരിച്ച് കൊണ്ട് നമുക്ക് ആ പിയുടെയും ക്യൂയുടെയും വാല്യൂ അനുസരിച്ച് തീരുമാനിച്ചു കഴിഞ്ഞാൽ വെൻ പി ആൻഡ് ക്യൂ ആർ ഗ്രേറ്റർ ദാൻ 0 ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്, എപ്പോഴും ഇത് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ നമുക്കൊരു സിംഗിൾ തിയറത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുകയാണ്. ഒരു ക്രിട്ടിക്കൽ പോയിന്റ് 0,0നെ അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ ആയിരിക്കണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് the coefficients p and q, നേരത്തെ പറഞ്ഞ p and q of the auxiliary equation are both positive. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആ തിയറം കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫൈനൽ പ്രോബ്ലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട് ആൻഡ് 4 കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ കണ്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടും നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ അനാലിസിസ് കൂടിയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ 4 കണ്ടീഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് സാധാരണ നമ്മുടെ സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് dx/dt ഈക്വൽ ടു y എന്ന് കൊടുത്താൽ മതിയാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്ക് dy/dt ഈസ് ഈക്വൽ ടു ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് -a²x ദെൻ -2by എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓക്സിലറി ഇക്വേഷൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് ആ സ്റ്റാൻഡേർഡ് ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ a1 ഈക്വൽ ടു 0 ആണെന്ന് നമുക്ക് കാണാം, b1 ഈക്വൽ ടു 1 ആണെന്ന് കാണാം, ആൻഡ് a2 ഈക്വൽ ടു -a² ആൻഡ് b2 ഇസ് ഈക്വൽ ടു -2b എന്നും കാണാം. അപ്പോൾ നമ്മളുടെ ഓക്സിലറി ഇക്വേഷൻ എന്ത് വരും? ഇറ്റ് ഈസ് m² പ്ലസ് 2bm. ഓക്കെ, ഇറ്റ് ഈസ് m² പ്ലസ് 2bm ആൻഡ് പ്ലസ് a² ഈക്വൽ ടു 0 എന്ന് കിട്ടും. റൈറ്റ്, അങ്ങനെയാണ് നമുക്ക് ഇതിലെ ആദ്യത്തെ കേസ് നമുക്ക് അനലൈസ് ചെയ്യാം. അതിനു മുമ്പായിട്ട് നമ്മൾ എം കണ്ടുപിടിക്കണമെന്ന് -b പ്ലസ് ഓർ മൈനസ് അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൂട്ട് ഓഫ് b² മൈനസ് a² എന്നുള്ള ഫോമിൽ കിട്ടും. ഇനി ഇതിൽ b ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും? യെസ്, b ഈക്വൽ ടു 0 ആണെങ്കിൽ m വെറും പ്ലസ് ഓർ മൈനസ് ai മാത്രമായി, അതായത് m പ്യുവർലി ഇമാജിനറി ആണ്. അപ്പോൾ 0,0 എന്ന് പറയുന്നത് സെൻറ്ററുമാണ് സ്റ്റേബിളുമാണ്, നമുക്കിത് ഓൾറെഡി അറിയാം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ 0 ലെസ് ദാൻ b ലെസ് ദാൻ a, സ്വാഭാവികമായിട്ടും b² മൈനസ് a² ലെസ് ദാൻ 0 നമുക്ക് കിട്ടും. അതായത് അതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഇമാജിനറി ആണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതായത് നമുക്ക് എമ്മിനെ കുറിച്ച് എന്ത് പറയാൻ പറ്റും? സോ യു ക്യാൻ സീ ദാറ്റ് m ഇസ് ഈക്വൽ ടു സം -b പ്ലസ് ഓർ മൈനസ് ik എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അതായത് അവർ കോംപ്ലക്സ് കോൺജുഗേറ്റ്സ് ആണ്, അതിൻ്റെ റിയൽ പാർട്ട് നോൺ സീറോ ആണ്, അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു സ്പൈറലാണ്. ഇനി അതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ -b ആണ്, b ഗ്രേറ്റർ ദാൻ 0 ആണ്, വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് നെഗറ്റീവ്. ഓക്കെ, സോ വി ഹാവ് ഇറ്റ് ഈസ് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ സിൻസ് റിയൽ പാർട്സ് ആർ നെഗറ്റീവ്. റൈറ്റ്, നൗ ലെറ്റ് us go to problem 3. ഇവിടെ b ഈസ് ഈക്വൽ ടു a ആണ്, അപ്പോൾ സ്വാഭാവികമായിട്ട് ഡിസ്ക്രിമിനൻ്റ് അവിടെ 0 ആയി കഴിഞ്ഞു. അതായത് m ഈസ് ഈക്വൽ ടു വെറും -b എന്ന് മാത്രമായിട്ട് കിട്ടി. സോ വി ഹാവ് റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഈക്വൽ എന്ന് കിട്ടി. ആൻഡ് റൂട്ട്സ് റിയൽ ഈക്വൽ ആണെങ്കിൽ നമുക്കറിയാം നോഡാണെന്ന് അറിയാം. ഇനി ഓൾറെഡി m ഈസ് ഈക്വൽ ടു -b ആയതുകൊണ്ട് തന്നെ it is asymptotically stable. And the final problem, we have b greater than a means b² minus a² is greater than 0. So which means that we have real, distinct and negative roots for the auxiliary equation. അപ്പോൾ കാരണം വെച്ചാൽ -b പ്ലസ് ഓർ മൈനസ് b² മൈനസ് a² പോസിറ്റീവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആൻഡ് therefore it is a node, and since അതിൻ്റെ റിയൽ പാർട്ട് എന്താണ്? റിയൽ പാർട്ട് നെഗറ്റീവ് ആണ്, -b ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കത് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഓരോ പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നത്? സോ ഡു ദാറ്റ് ആൻഡ് താങ്ക് യു.